തളിപ്പറമ്പ് പുളിമ്പറമ്പ് ടൗണിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വെള്ളം കുത്തിയൊഴുകി റോഡും തകർന്നു. പ്രദേശത്ത് അടിക്കടി പൈപ്പ് പൊട്ടി വെള്ളം പാഴായിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന വാട്ടർ അതോറിറ്റി അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. തളിപ്പറമ്പ് പുളിമ്പറമ്പ് പ്രദേശത്ത് 5 സ്ഥലങ്ങളിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. 24 മണിക്കൂറും വെള്ളം കുത്തിയൊഴുകുന്ന അവസ്ഥ. ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത്. വേനൽക്കാലത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്താണ് ഇത്തരത്തിലുള്ള അവസ്ഥ. നിലവിൽ വെള്ളം കുത്തിയൊഴുകി റോഡിൽ ഗർത്തങ്ങളും രൂപപ്പെട്ടു. ഇതോടെ റോഡും ശോചനീയ അവസ്ഥയിലായി. പട്ടുവം പാലം നിലവിൽ വന്നതോടെ ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. പൊതുവെ ഇവിടെ റോഡിന് വീതി കുറവാണ്. ആ റോഡിലാണ് ഇത്തരത്തിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ശ്രദ്ധയൊന്നും മാറിയാൽ ഈ കുഴികളിലേക്ക് വീഴുന്ന അവസ്ഥ. നിരവധി തവണ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്രയും വേഗം വേണ്ട നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. നമുക്കറിയാം, നിരവധി വാഹനങ്ങൾ ഇപ്പോൾ ഈ പാലം പട്ടുംപാലം അടക്കം വന്നതിന് ശേഷം നിരവധി വാഹനങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവേ റോഡ് വളരെ വീതി കുറവാണ്. ആ റോഡിലാണ് ഇത്തരത്തിൽ വലിയ ഗർത്തം ഈ ജപ്പാൻ കുടിവെള്ളം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് വെള്ളം പൊട്ടിയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഇവിടെ വലിയ റോഡ് അപകടത്തിൻ്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു നില ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ തന്നെ കാണാൻ സാധിക്കും, നിരവധി വാഹനങ്ങൾ ആടെ ശ്രദ്ധിക്കാണ്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഗർത്തത്തിൽ വീഴുന്ന ഒരു നിലയുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.